കോഴിക്കോട് 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി. വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി റഹീസിനെയാണ് കക്കാടംപൊയിലിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി. ഇംതിയാസ്, എന്തിനാണ് ഈ റഹീസിനെ തട്ടിക്കൊണ്ടുപോയത്? അഭിലാഷ്, ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് നടക്കാവിൽ വെച്ച് വയനാട് പടിഞ്ഞാറത്ര സ്വദേശിയായിട്ടുള്ള റഹീസിനെ 4 അംഗ സംഘം വന്ന് തട്ടിക്കൊണ്ടുപോയത്. ഈ 4 അംഗ സംഘത്തിൽ ഒരു യുവതിയും ഉണ്ടായിരുന്നു. ഇവരെ ഇപ്പോൾ കക്കാടംപൊയിൽ വെച്ച് ഈ 4 അംഗ സംഘത്തെയും റഹീസിനെയും കണ്ടെത്താനായി എന്നുള്ളതാണ്. 4 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള പോലീസും നടക്കാവിൽ നിന്ന് കക്കാടംപൊയിലേക്ക് പോയ പോലീസും ചേർന്നിട്ടാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ സാമ്പത്തിക തർക്കമാണ് ഇതിനു പിന്നിലെന്നാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ഈ റഹീസ് തട്ടിക്കൊണ്ടുപോകലിന് സിനാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിൽ ഉണ്ടായിരുന്നത്. ഈ റഹീസും സിനാനും തമ്മിൽ സുഹൃത്തുക്കളാണ്. സിനാന് റഹീസ് ഒരുപാട് പണം നൽകാനുണ്ടായിരുന്നു. അങ്ങനെ ഈ പണം തിരിച്ചു വാങ്ങിക്കാൻ കുറെ തവണ സിനാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ റഹീസുമായി ബന്ധമുള്ള ഒരു യുവതിയെ ഈ 4 അംഗ സംഘം പരിചയപ്പെടുന്നു. അങ്ങനെ യുവതിയുമായിട്ടാണ് ഇവർ ഈ നടക്കാവിലെത്തുന്നത്. അങ്ങനെ യുവതിയെ കൊണ്ട് റഹീസിനെ ഫോണിൽ വിളിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി അങ്ങനെ ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ നേരെ പോയത് കക്കാടംപൊയിലേക്കായിരുന്നു. അവിടെ ഒരു രഹസ്യ കേന്ദ്രവും ഉണ്ടായിരുന്നു. അവരുടെ മൊബൈൽ അടക്കമുള്ള കാര്യങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ടാണ് മലപ്പുറത്തു നിന്നുള്ള ആദ്യ സംഘം കക്കാടംപൊയിലേക്ക് എത്തുന്നത്. അങ്ങനെ അവരെ പിടികൂടുകയും ചെയ്തു. ഇതിനു പിന്നിൽ ഈ യുവതിയെ കൊണ്ട്, അതായത് യുവതിക്കടക്കം ഈ റഹീസ് പണം നൽകാനുണ്ട് എന്നാണ് പറയുന്നത്. ഈ യുവതിയെ പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് റഹീസ് പണം നൽകാനുണ്ട് എന്ന് പോലീസ് പ്രാഥമികമായി പറയുന്നു. ഇതിന്റെ പേരിലാണ് തട്ടിക്കൊണ്ടുപോകലും ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സമാന രീതിയിൽ സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിട്ടുമുണ്ട്. ഇത് 4-ാമത്തെയോ 5-ാമത്തെ കേസാണ് ഇപ്പോൾ നടക്കാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.